മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ശശി തരൂരും മുല്ലപ്പള്ളി രാമചന്ദ്രനും അടുത്ത തവണയും മൂന്നാം തവണയും LDF തന്നെ അധികാരത്തിൽ വരും എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? അവർക്ക് ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. എന്താണ് നാട്ടിൽ നടക്കുന്നത്, എങ്ങനെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത് കേരളത്തിൽ വീണ്ടും ഒരു ഭരണ തുടർച്ചയുണ്ടാകും. അതിൽ നിന്ന് മാറണമെങ്കിൽ കോൺഗ്രസ് ശക്തിപ്പെടണം, കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഭരണ തുടർച്ച അവരും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നർത്ഥം. ഇപ്പോഴിതാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഫലം വന്നു. 17 സീറ്റാണ് LDF നേടിയിരിക്കുന്നത്. ആകെ 30 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 17 സീറ്റ് LDF നേടുന്നു. 11 സീറ്റ് മാത്രമാണ് UDF ലഭിച്ചത്. BJPക്ക് സീറ്റുകളൊന്നും ലഭിച്ചില്ല. SDPI ഒരു സീറ്റും നേടി. 30 സീറ്റുകളിലേക്ക് മത്സരം. 17 LDF, 11 UDF, 1 SDPI. അങ്ങനെ ആകെ 30 സീറ്റിലേക്ക് മത്സരം നടന്നു. LDFന് വമ്പിച്ച ജയം, വമ്പൻ ജയം. എങ്ങനെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്, എന്താണ് നാട്ടിൽ നടക്കുന്നത് എന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലം വിളിച്ചു പറയുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പ് ഒരു ലിറ്റ്മസ് ടെസ്റ്റായി കണക്കാക്കാം. കാരണം 6 മാസം കഴിഞ്ഞാൽ വീണ്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിനു മുമ്പായി നടന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലം സ്വാഭാവികമായും LDFനോടൊപ്പം നിൽക്കുന്നു, LDFനെ ചേർത്ത് പിടിക്കുന്നു. എന്ന് വെച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്തായിരിക്കും എന്ന് കൃത്യമായി പ്രവചിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്തായിരിക്കും എന്നും പ്രവചിക്കുന്നുണ്ട്. അതോടൊപ്പം വളരെ ശ്രദ്ധേയമായി പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജയമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല, മഹാമോശമാണ്. ഇത്തവണ തിരിച്ചു പിടിക്കും കോൺഗ്രസ്. അതിന് മുതിർന്ന നേതാക്കളെ തന്നെ രംഗത്തിറങ്ങും. കനോഗുലുവിന്റെ സിദ്ധാന്തമാണ് ഏറ്റവും മുതിർന്ന നേതാക്കൾ, മുൻ MLA മാർ, മുൻ മന്ത്രിമാരടക്കം മത്സര രംഗത്ത് ഇറങ്ങണം. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ചു പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ. അതിനുള്ള ചില നീക്കങ്ങൾ അവർ നടത്തുന്നുണ്ട് എന്ന് മാധ്യമങ്ങൾ പറയുന്നുമുണ്ട്. കാരണം കോൺഗ്രസ് തിരിച്ചു വരാൻ പോകുന്നു തിരുവനന്തപുരത്ത് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അത് നടക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് നടന്ന ഒരു വാർഡിൽ, ശ്രീവരാഹൻ വാർഡിൽ നടന്ന തെരഞ്ഞെടുപ്പ്, LDF സ്ഥാനാർത്ഥി CPIയുടെ ഹരികുമാർ, ഹരികുമാറിന് ലഭിച്ചിരിക്കുന്നത് 1358 വോട്ടാണ്. 1358. തൊട്ടടുത്ത് തന്നെ BJP സ്ഥാനാർത്ഥിയുണ്ട്. BJP സ്ഥാനാർത്ഥി മിനി R നേടിയത് 1346 വോട്ടാണ്. എന്ന് വെച്ചാൽ നേരിയ ഭൂരിപക്ഷത്തിനാണ് CPI സ്ഥാനാർത്ഥിയും LDF സ്ഥാനാർത്ഥിയുമായ ഹരികുമാർ ജയിക്കുന്നത്. നേരിയ ഭൂരിപക്ഷത്തിന്. ഇത്തവണ BJP ജയിക്കും എന്നൊക്കെ കണക്കുകൂട്ടലുണ്ടായിരുന്നു BJP നേതൃത്വത്തിന്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത്. LDF സീറ്റ് നിലനിർത്തിയിരിക്കുന്നു. CPI സ്ഥാനാർത്ഥി ഹരികുമാർ ജയിച്ചിരിക്കുന്നു. അവിടെ കോൺഗ്രസിന് കിട്ടിയ വോട്ട് എത്രയാണ്? സുരേഷ് കുമാറാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. ലഭിച്ച വോട്ട് വെറും 277 വോട്ട് മാത്രം. 277 വോട്ട് മാത്രം. അപ്പോൾ കോൺഗ്രസിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിരിച്ചു വരാൻ കഴിയുമോ? ഇല്ല എന്ന് മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ LDF നിലനിർത്തും എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മോട് പറയുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിൽ LDF നല്ല ഭൂരിപക്ഷത്തിനാണ് തിരുവനന്തപുരത്ത് അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം 4 ബൈ ഇലക്ഷനുകൾ നടന്നു. ആ 4 ബൈ ഇലക്ഷനുകളിലും ജയിച്ചത് LDF ആണ് എന്നോർക്കണം. 2021 വെട്ടുകാട് വാർഡിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ക്ലൈനസ് റൊസാരിയോ ജയിക്കുന്നു, LDF സ്ഥാനാർത്ഥി. 2021 തന്നെ മുട്ടട വാർഡിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് അജിത് രവീന്ദ്രൻ, LDF. 2024 വെള്ളാർ വാർഡ് പരത്തുറ ബൈജു LDF സ്ഥാനാർത്ഥി വിജയിക്കുന്നു. 2024 തന്നെ ഇപ്പോൾ നടന്ന ശ്രീവരാഹം തെരഞ്ഞെടുപ്പിലും ജയിക്കുന്നത് LDF, ഹരികുമാർ ജയിക്കുന്നു. എന്ന് വെച്ചാൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്ന 4 ബൈ ഇലക്ഷനുകൾ, ആ 4 ബൈ ഇലക്ഷനുകളിലും ജയിച്ചത് LDF ആണ്.
എന്ന് വെച്ചാൽ എന്താണ് തിരുവനന്തപുരം നഗരം ചിന്തിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഈ ഫലങ്ങൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നതുകൂടി വിളിച്ചു പറയുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 30 സീറ്റുകളിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പ്. അതിൽ 17 സീറ്റുകൾ നേടി LDF വമ്പിച്ച നേട്ടമുണ്ടാക്കി. 11 സീറ്റുകൾ മാത്രമാണ് UDFന് നേടാൻ കഴിഞ്ഞത്. കേരളത്തിൽ ഇതാ വലിയ തോതിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. അതങ്ങനെ അലയടിക്കുകയാണ്. ആ ഭരണവിരുദ്ധ വികാരത്തിൽ UDF വളരെ എളുപ്പത്തിൽ ജയിച്ചു വരും എന്നൊക്കെ കണക്ക് കൂട്ടിയാണ് കോൺഗ്രസ് നേതാക്കൾ നിൽക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനൊക്കെ പറയുന്നത് കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല, ഒരു ഭരണവും നടക്കുന്നില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ്. പക്ഷേ നാട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് VD സതീശ, നാട്ടിൽ ചില കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് K സുധാകര എന്ന് വിളിച്ചു പറയുകയാണ് നാട്ടിലെ വോട്ടർമാർ ചെയ്തിരിക്കുന്നത്. അത് കേൾക്കാൻ പ്രതിപക്ഷ നേതാക്കൾക്ക് ചെവിയുണ്ടാകുമോ എന്നേ അറിയാനുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ, UDF നേതാക്കൾ, BJP നേതാക്കളൊക്കെ ചിന്തിക്കേണ്ടത് കേരളം ഇതാ മാറി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. കേരളം മാറിയിരിക്കുന്നു. 2026-ലും കേരളം LDFനോടൊപ്പം തന്നെ നിൽക്കുമെന്ന സൂചന കൃത്യമായും വെളിപ്പെടുത്തുന്നതാണ് ഈ 30 സീറ്റുകളിലേക്ക് നടന്ന ബൈ ഇലക്ഷനുകൾ.